സെലക്ട് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ മെയിൻ ടൗൺ തന്നെയായ കാക്കനാട് സിവിൽ സ്റ്റേഷനടുത്തായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളാണ്. ഇവിടെ ഈ വീട് വരുന്നത് ഏകദേശം 4 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ. കൂടാതെ IT ഹബ്ബായ ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 2.5 കിലോമീറ്ററും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാർ പോർച്ചിലേക്കാണ്. വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് മിനിമം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഈ വീടിന്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായിട്ടുള്ളൊരു ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു TV യൂണിറ്റും അവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലായി ഏകദേശം 1.25 മീറ്ററോളം ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. അവിടെയും ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. അതിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 138ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം. ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമും ഈ വീടിനെ മനോഹരമാക്കുന്നുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് SS-ലും ഗ്ലാസിലുമായിട്ടാണ്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസേജിലേക്കാണ്. അവിടെയും മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. നമ്മളുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വലിപ്പമുള്ളൊരു റൂം തന്നെയാണ്. സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസും ഈ വീടിനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകുന്ന ഒരു സ്റ്റെയറും ആ യൂട്ടിലിറ്റി ഏരിയയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാക്കനാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില ഏകദേശം 1,27,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. നല്ലൊരു പ്രൈം ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ വാങ്ങുന്നതിനുമായിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാക്കനാടുമായിട്ട് ബന്ധപ്പെട്ട് 45 ലക്ഷം രൂപയിൽ തുടങ്ങുന്ന വീടുകളും അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുവേണ്ട ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.